കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. ഫൈനൽ പ്രവേശനത്തിന്റെ സന്തോഷം ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് ടീം കൊല്ലം സെയിലേഴ്സ്. നായകൻ സച്ചിൻ ബേബിയും വിജയത്തിൽ നിർണായക പങ്കുവച്ച താരങ്ങളും മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. അതിലേക്ക് അത്തം 10 പൊന്നോണമാണ്. പക്ഷെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അത്തം 10 വിക്കറ്റിന്റെ 10 മാറ്റുള്ള ജയത്തിന്റെ ദിവസമാണ് ഇന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ക്യാപ്റ്റൻ. വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ കണ്ട സച്ചിനല്ല, ഇന്ന് ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെയല്ല, കാരണം നമ്മളെപ്പോഴും നമ്മുടെ ടീം ആസ് എ ടീം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബെസ്റ്റ് നമുക്ക് ആ ഒരു ഗിവൻ ഡേയിൽ വരും എന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡോമിനൻസ് ചെയ്ത് നമ്മൾ ഇന്ന് പ്രകടനം കണ്ടു എല്ലാവരുടെയും. ഇങ്ങനത്തെ ഒരു പ്രകടനമാണ് നമ്മൾ എല്ലാ മാച്ചും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മാച്ചാണ്, നമുക്ക് എന്ത് സംഭവിക്കാം. ബട്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഡേ ആയിരുന്നു, അതുകൊണ്ട് നമ്മുടെ ഹീറോസ് എല്ലാം നന്നായിട്ട് ചെയ്തു. സച്ചിന്റെ ആവനാഴിയിൽ ആയുധങ്ങളായിരുന്നു ഇതെല്ലാം. എന്റെ 10 ഫിംഗേഴ്സ് ആണ് ഈ എല്ലാവരും. ഇവരിപ്പോ 3 പേരുള്ളൂ, ബാക്കി ഫിംഗേഴ്സ് എല്ലാവരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഫിംഗറിനോടെ എവിടെയുണ്ട്. സോ അപ്പൊ ആസ് എ ക്യാപ്റ്റൻ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മൾ അതിന്റെ ലെഫ്റ്റ് റൈറ്റ് നോക്കുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് മാച്ച് ചെയ്യിപ്പിക്കപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോ ആസ് എ ക്യാപ്റ്റൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പവൻ, എങ്ങനെയുണ്ട് ഇന്നത്തെ പെർഫോമൻസ്? 2 നിർണായക വിക്കറ്റുകൾ. വളരെ ഹാപ്പിയാണ്. ടീമിന് വേണ്ടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് പോയിട്ട് നമ്മൾ കപ്പടിക്കണം. എല്ലാം നമ്മൾ സിക്സ് ദ പ്രോസസ് നമ്മൾ നന്നായിട്ട് ചെയ്യാം. ഫൈനലിലേക്കായിട്ട് ചില തന്ത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് ഫൈനലിലേ പറയുള്ളൂ. വിജയ്ക്ക് ചെറിയ പരിക്കുണ്ട്, സംസാരിക്കാൻ പ്രയാസമുണ്ട്. 7 സ്റ്റിച്ച് അല്ലേ? 9 സ്റ്റിച്ച് 7 ഇത് വെച്ചിട്ടാണ് ഇന്ന് കളിച്ചത്. അതെ അതെ അത് കഴിഞ്ഞിട്ട് ഫുള്ള് മാച്ച് കളിച്ചിട്ടുണ്ട് വിജയ്. പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. മനോഹരമായ ഏറായിരുന്നു, അതിഗംഭീരമായ വിക്കറ്റുകളായിരുന്നു. ബാറ്റർമാര് ആകെ വെള്ളം കുടിച്ചു. ഓക്കെ, ഇനി അതും കണ്ടിന്യൂ ചെയ്യാം. അജയ് ഘോഷ് വീണ്ടും തീപ്പൊരി വളരെ. സച്ചിൻ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റി. പ്ലാൻ അനുസരിച്ച് ഇപ്പം വിക്കറ്റ് സ്ലോ ആയിരുന്നു, അപ്പം അതിനനുസരിച്ച് സ്ഥലത്തെറിയാൻ പറഞ്ഞ് നമ്മളത് ചെയ്തു. അപ്പൊ ഫൈനലിലേക്ക് എങ്ങനെയാണ് ഫൈനലിന്റെ ഒരുക്കങ്ങൾ, കാര്യങ്ങൾ? കഴിഞ്ഞ തവണ വന്ന കോഴിക്കോടാണോ ഇനി അതല്ല കൊച്ചിയാണോ? ആര് വന്നാലും നമുക്കൊരു പ്രശ്നമല്ല. ആര് വന്നാലും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് അറിയാം. അതെ, അത് തന്നെ പ്ലാൻ. ഓണം ഗംഭീരമായോ? സന്തോഷം. ഫൈനലും കൂടെ എടുക്കണം. ഒരു 3 പായസം കൂട്ടി സദ്യ കഴിച്ച ഫീൽ ഉണ്ടോ? ഇല്ലല്ലേ, ഇനി പായസം കഴിക്കാനിരിക്കണം. 7-ാം തീയതി കഴിക്കണം. 7-ാം തീയതിക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഭരത് സൂര്യ ഈ കുറഞ്ഞ സ്കോറിലാണ് ആലപ്പുഴയെ തൃശ്ശൂരിനെ വീഴ്ത്തിയതെങ്കിലും അതിനിടയിലും നമ്മളൊരു മിന്നൽ പ്രകടനം കണ്ടു. അതിവേഗ ഒരു അർദ്ധ സെഞ്ചുറി, മനോഹരമായ ബാറ്റിംഗ്, അതിഗംഭീരമായ ബൗണ്ടറികൾ, അതിലേറെ മനോഹരമായ സിക്സറുകൾ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നമ്മള് മാച്ച് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ 2 മാച്ചായിട്ട് നമുക്ക് പറഞ്ഞൊരു കാര്യമായിരുന്നു. നമ്മള് കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ ഇരീസ് കൊല്ലം സെയിലേഴ്സ് ഇങ്ങനെ അല്ല കളിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. കാരണം നമുക്കൊരു